അസ്സലാമുഅലൈക്കും ഫാത്തിമ കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉമ്മുമാൻ്റെ ഒരു സ്പെഷ്യൽ മീൻ കറിയുമായിട്ടാണ്. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇതേപോലത്തെ ചെറിയ അക്കൂറിനോടാണ് കറി ഉണ്ടാക്കുക. ഇതേപോലെ വേറെ മീനോടുണ്ടാക്കാം. ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് വെക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ടെടുക്കാം. നമ്മുടെ ഉലുവ ഈ എണ്ണയിൽ നിന്ന് ഒന്ന് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പച്ചവളവും ഇട്ടെടുക്കാം. എണ്ണയിൽ നിന്ന് നല്ലോണം വഴറ്റി കൊടുക്കാം. ഇതൊന്ന് ഭയന്ന് വന്നാലാണ് തക്കാളി ഇടണ്ട്. 2 തക്കാളി നമ്മൾ നീളത്തിൽ മുറിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് വെക്കാം. നല്ലോണം വെക്കാം. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം. എനിക്കൊന്ന് വഴറ്റാം. ഇനി അതിലേക്ക് ഒരു വലിയ സ്പൂണ് മല്ലിപ്പൊടി ഇട്ടെടുക്കാം. 1.5 സ്പൂണ് മുളകിൻ്റെ പൊടി ഇട്ടെടുക്കാം. എന്നിട്ട് നമുക്ക് അതൊന്ന് എണ്ണയിലൊന്ന് വഴറ്റി കൊടുക്കാം. എണ്ണയിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തളിച്ച് വരുമ്പോൾ അതിലേക്ക് മുറിച്ചിട്ട മീൻ ഇട്ടുകൊടുക്കാം. കുറച്ച് സമയം മീൻ ഇങ്ങനെ കിടക്കണം, എന്നാലേ മീൻ മസാല പിടിക്കും. ഈ സമയം നമ്മൾ തേങ്ങൻ്റെ പാലെടുത്തേക്കണം കേട്ടാ. നമ്മളെ കറി ഇപ്പൊ തിളച്ച് വരുന്നുണ്ട്. ഇല്ലേ, നമുക്കൊരു കാര്യം മറന്നുപോയി. പുളി സാരല്ല, ഇപ്പം ചേർത്ത് കൊടുക്ക. ഇങ്ങനെ നേരത്തെ ചേർക്കണം കേട്ടാ. ഇതൊന്ന് ഇളക്കി ഒരു തിളക്കണം. നമ്മ എടുത്തു വച്ചിട്ടില്ലേ തേങ്ങാപ്പാല് ഒഴിച്ചു കൊടുക്കാം. കറിൻ്റെ ഉപ്പ് നോക്കിയിട്ട് മണങ്ങ് ഇട്ടെടുക്കണം കേട്ടാ. എന്നിട്ടൊന്ന് ഇളക്കി എടുക്കാം. ചെറുങ്ങനെ ഇളക്കാൻ മാത്രം മതി കേട്ടോ, അല്ലെങ്കിൽ നമ്മളെ മീന് പൊടിയും. ഒന്ന് തിളച്ച് വരുന്നുണ്ട്. കറിൻ്റെ ഒപ്പം
മല്ലിച്ചപ്പ് ഇട്ടാല് നമ്മളെ കറി റെഡിയായി. ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം ഇത് കഴിക്കാം, നല്ല രസമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇങ്ങനെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ.